വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഗൈസ് വെരി ഗുഡ് മോർണിംഗ് ആണ്. ഏർലി മോർണിംഗ് ആയിട്ടുള്ളൂ. ഞങ്ങൾ പോവാണ്. ഇന്നാണ് നമ്മളുടെ അങ്ങനെ കാത്തിരുന്ന ദിവസമല്ലേ പൊന്നൂസേ? ഇന്നാണ് ഗൈസ് നമ്മുടെ ഫ്ലൈറ്റ് ഡേറ്റ്. ഇന്നാണ് ഗൈസ് നമ്മൾ ഇനി പൊന്നൂസിനെ കുളിക്കണം, എനിക്ക് കുളിക്കണം. ദേ ഉണ്ണിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് പൊന്നൂസ്. കാപ്പി കുടിക്കണം. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേനും നമ്മൾ ഇവിടുന്ന് പോകും. ഫ്രണ്ട്സ് ഇവരൊക്കെ ഉണ്ടാക്കണുള്ളൂ. അല്ലെങ്കിൽ അത് നാശാവേ അങ്ങനെ നേരൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഗായ്സ് വേറൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മ വന്നത്. അതിനാണ് ഞാൻ കട്ട് ചെയ്യാൻ പറഞ്ഞത്. സംഭവം എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. എന്നിട്ടാണ് എന്നിട്ടാ എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണോന്ന് വെച്ച് കഴിഞ്ഞാ എക്സൈറ്റഡ് ആണ്. ഫ്ലൈറ്റ് കയറണമെങ്കിൽ അല്ല, സ്ഥലത്തേക്ക് പോകാൻ എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ കൊറേ നാളത്തെ ആഗ്രഹമല്ലേ ഇതിന്റെ? കൊറേ നാളത്തെ ആഗ്രഹം അങ്ങനെയില്ല, എന്നാലും ആഗ്രഹമുണ്ട്. അതാണ് പിന്നെ നടക്കാൻ പോണത്. ഹാപ്പി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ പറയുള്ളൂ ഹാപ്പി. ആദ്യം ആ ഫ്ലൈറ്റ് ഒന്ന് ബോർഡ് ചെയ്ത് ഒന്ന് പറന്ന് അവിടെ വരെ എത്തട്ടെ. അതെ, നിങ്ങളെന്നെ മാൾഡീവ്സിയെ കൊണ്ടുപോയത് KSRTC മിണ്ടത്. കേട്ടില്ല. ഇതാരത് ഇവിടെ കിടക്കണേ? ഇത് എന്നിട്ട് കിടക്കണ. ഗുഡ് മോർണിംഗ് ഹസിക്കുട്ട. ഗുഡ് മോർണിംഗ്. റെഡിയാ ഗൈസ്? മാല ഇട്ടാ ഗൈസ്? ഞാനൊരു മാല ഇട്ടാനാണോ? നിനക്ക് എന്തൊരു പ്രശ്നം? ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പൊന്നൂസ് കഴിച്ചു. ഇത് മറ്റേ കോവയ്ക്കുപ്പേരി, നമ്മുടെ ഉണക്കമീൻ, പിന്നെ നമ്മുടെ ഇന്നലത്തെ നല്ല അയിലക്കറി ഉണ്ട്. ഇത് കൂട്ടിയിട്ടാണ് ചോറ്. അമ്മച്ചി ചോറ് കഴിച്ചോ? അമ്മയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എന്താ അമ്മ? ബുക്ക് മറ്റേ കൊച്ചിന് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. പെട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ലഗേജ് അവന്റെ വണ്ടിയിൽ വെക്കാൻ. അവന്റെ ലഗേജ് എവിടെയാ? അവിടെ വരുമ്പോ തരാ പറഞ്ഞ. ഓക്കെ ഹസിക്കുട്ടാ, നമുക്ക് പോവാ. കൊച്ചിനതാ. അത് അമ്മച്ചിക്ക് നിനക്ക് പറ്റാത്ത പോലെ എല്ലാവർക്കും പറ്റണമെന്നില്ല. അമ്മച്ചി ഇതിന് എനിക്ക് തരണേ. ഗൈസ് അപ്പൊ ഞങ്ങള് പോവുകയാണ്. ഓൺ ദി പേര് നമ്മുടെ ലേണൽ മോൻ വന്നിട്ടുണ്ട് നമ്മളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട്. ഉണ്ടപ്പന ഇവിടെ ഉണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്. ഇതിനകത്ത് എവിടെ അവനെവിടെയാ? ബാക്കിലാ? ഉറങ്ങണോ? ഓക്കെ. ഇതിനകത്ത് വേറൊരു സംഭവം എന്താ വെച്ചാല്, ഇന്ന് ഞങ്ങള് പോകുന്നത് ഞാനും പൊന്നൂസും ഹസിക്കുട്ടനും മാത്രല്ല പോകുന്നത്. അല്ല പൊന്നൂസ്, വേറെ ആരുണ്ട്? വേറെ ആരുള്ള? അപ്പനമ്മയുണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പനമ്മയും കൂടി ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. അവരെ നമ്മൾ കൊണ്ടുപോകുന്നത്. അവരുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ഫ്ലൈറ്റ്. എനിക്ക് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഭയങ്കര ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം വേറെ ഒന്നല്ല, അപ്പൻ കൊറേ നാളായിട്ട് ഒരു പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കൊറേ നാളായിട്ട്. എത്ര കൊല്ലായി? 30 കൊല്ലം, 20 കൊല്ലം, എത്ര കൊല്ലായി? 10 കൊല്ലം. എന്റെ അമ്മ 14 കൊല്ലായിട്ട്. അതൊക്കെ എന്റെ കൂടെ റിന്യൂ ചെയ്ത. അതല്ല, അപ്പൻ ഈ 14 കൊല്ലായിട്ട് പാസ്പോർട്ട് എടുത്തത് ഇപ്പൊ ഈ സ്ഥലത്തേക്ക് പോകുന്ന് പറഞ്ഞ് പാസ്പോർട്ട് എടുത്ത് വെച്ചതാണ് അപ്പൻ. പക്ഷെ അപ്പന് പോകാൻ പറ്റിയില്ല. അപ്പൊ എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കൊണ്ടോണം. അവരെന്തായാലും കൊണ്ടോണെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് ഇന്ന് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോവാണ്. അവിടെ ഇനി ബാക്കിത്തെ കാര്യങ്ങളൊക്കെ എയർപോർട്ടിലും കാര്യങ്ങളൊക്കെ എത്തിട്ട് നമുക്ക് കാണിച്ചു തരാം. ഇതൊരു സഡൻ ആയിട്ടുള്ള തീരുമാനമായിരുന്നു. പോണെന്ന് ഭയങ്കര ആഗ്രഹം നമുക്ക് കുറെ നാളായിട്ട് ഉണ്ടായെങ്കിലും കൂടി നമ്മള് പോവാൻ പ്ലാൻ ചെയ്തിരുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരുന്നു. പക്ഷെ ഇപ്പൊ പോണെന്ന് ഉദ്ദേശിച്ചത് സഡൻ ആയിട്ട് എടുത്ത തീരുമാനമാണ്. 2 ആഴ്ച കൊണ്ടാണ് എല്ലാം സെറ്റ് ആയത്. എല്ലാം അത്രയും പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. ഞാൻ തന്നെ പറഞ്ഞതേ, കുറെ അങ്ങോട്ട് അധികം നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നമുക്ക് പോവാൻ പറ്റില്ല. ഇപ്പൊ തന്നെ പോവാം, വേറെ ഒന്നും നോക്കണ്ട, പോവാ. 2 ആഴ്ച കൊണ്ട് എല്ലാ പരിപാടികളും സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്തത് ഞാനാണ്. ഒക്കെ സെറ്റ് ചെയ്തത് ഞാനാണ്. എല്ലാതും എന്താണോ പറയണ? ഞാൻ എവറിത്തിങ് രാവും പകലിരുന്ന് ചെയ്തത് ഞാൻ തന്നെയാണ്.
അതെ ഗൈസ്, അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ അതേ ഗൈസ് പറഞ്ഞല്ലോ ഗൈസ്. അപ്പൊ ബാക്കിത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺ ദി വേയിൽ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എല്ലാ കാര്യങ്ങളും. ഓക്കെ അങ്ങനെ നമ്മുടെ കൊച്ചി എയർപോർട്ട് റോഡിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പൊട്ടത്തരങ്ങൾ കഴിഞ്ഞ ദിവസം ഡിക്കാത്തിലാണ് പോയിട്ട് മേടിച്ചിട്ട് നമുക്ക് മേളില് കഴിഞ്ഞ ദിവസം ഡിക്കാത്തിലോട്ട് തൊപ്പി മേടിച്ചോണ്ടെന്ന് കേട്ടോ. അതിന്റെ എടുത്തില്ലേ അവള് ഡിപ്പാർച്ചർ അറിയൂ ചേട്ടനെ അറിയൂ ഇതൊക്കെ ഡിപ്പാർച്ചർ എനിക്ക് ടെൻഷനൊന്നുമില്ല, എനിക്ക് ടെൻഷൻ അവിടേക്ക് പോണ കേസാ. എന്തായാലും അവിടത്തെ കേസ് ഞാൻ ആലോചിക്കണേ. ഇന്ന് പോണ വഴിക്ക് നമ്മളുടെ കൂട്ട ജസ്റ്റിന്റെ അമ്മയും കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അവര് പേടിക്കണേ ഞാൻ പറഞ്ഞ ഞാൻ അപ്പനെ എടുത്തേടേ നോക്കിയതാ. ഇതിക്കൂടെ വണ്ടി കയറ്റിക്കോ, ഞാൻ വിളിക്കാം. ഇതല്ലല്ലോ എയർപോർട്ടിലെത്തി. എല്ലാവരും ആദ്യമായിട്ടാണ് ഞങ്ങള് ഒരുമിച്ച് പോണല്ലേ ഇന്റർനാഷണൽ ട്രിപ്പ്. നമ്മള് മാലദ്വീപ്സിക്ക് പോയതോ ഇവരുടെ ഇന്റർനാഷണൽ ഹസിക്കുട്ടന് അതിന് ശേഷം അപ്പനമ്മ എല്ലാവരുടെയും ആദ്യത്തെ. അങ്ങോട്ട് പോവാം. ഇവിടെ നമ്മുടെ കൂടെ ഒരാളും കൂടി ജോയിൻ ചെയ്തേക്കാണ്. ഓക്കെ അല്ലേ, റെഡി അല്ലേ? സന്തോഷമില്ലല്ലോ മുഖത്ത്. പോവല്ലപ്പാ, സെറ്റല്ലേ? സന്തോഷല്ലേ? വളൊക്കെ കട്ട് ചെയ്യാൻ പറയാനോ അവര് കട്ട് ചെയ്യാൻ പറയില്ല, അങ്ങനെ പറയുന്നത്. അപ്പൊ പോവാം. ഇതിക്കൂടെ അല്ലേ എല്ലാ കാര്യങ്ങളും സെറ്റ് ആയി കഴിഞ്ഞിട്ട് കാണാം. ഇമിഗ്രേഷൻ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണാം. ഓക്കെ, ഹാപ്പി അല്ലേ? പാസ്പോർട്ടും കുറെ ആൾക്കാരുള്ളതിന്റെ പേരില് കുറെ നേരം അവിടെ നിൽക്കണമെന്നല്ലോ പൊന്നു സാർ. അല്ല, എല്ലാവരും വെരിഫൈ ചെയ്യണ്ടേ, അതാണ്. എന്ത് ഡ്യൂട്ടി ഫ്രീ? കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീൻ്റെ ഉള്ളിൽ കുറെ മദ്യക്കുപ്പികളുണ്ടല്ലോ പൊന്നു സാർ. ഇത് എടുക്കല്ലേട്ടാ, ഇമ്പീരിയൽ ക്ലിൽറ്റിൻ ഫാബ്രിക് എന്തുട്ടെന്ന് 79,500 രൂപയുടെ മദ്യക്കുപ്പി. മദ്യത്തിന് പൈസ കുറവുണ്ടപ്പാ? പൈസ കുറവാ ഇവിടെ. 4,000 രണ്ടെണ്ണം എടുക്കണെങ്കിൽ നീ രണ്ടെണ്ണം മേടിക്കണ്ട. രണ്ടെണ്ണം വേണം. എന്തിനാ രണ്ടെണ്ണം? ഒന്നില്ലെങ്കിൽ വലിയേട്ടൻ പോയി വരണല്ലോ ദുബായിക്ക്. വലിയേട്ടനാ? ഓ അങ്ങനെ. ഞാനും വിചാരിച്ചേ ഒരെണ്ണം നിന്റെ അമ്മായിപ്പനും മേടിച്ചു കൊടുത്തു. നീ മേടിച്ചോ? കഴിക്കണം അല്ലെങ്കിൽ എന്നാ ഫുഡ് കഴിച്ചിട്ട് കയറാം. മേളിൽ പോയി ഫുഡ് കഴിക്കാന്നോ? മറ്റേ ഇങ്ങോട്ട് പോണോ? ലോഞ്ചിലേക്ക് പോണോ? ലിഫ്റ്റ് തുറന്നു. പോരെ പോരെ പോരെ, എല്ലാരും പോരെ, എല്ലാരും പോരെ. ചാൻസ് ഇല്ല. അവര് വിളിക്കുമ്പോ അങ്ങോട്ട് പോവാ. അതെ, ഈ ലാപ്ടോപ്പ് കൂടെ വെച്ചോട്ടോ. ഓക്കെ, അവര് വിളിക്കും. അമ്മയ്ക്ക് മറ്റേ വെജിറ്റബിളിന്റെ സാധനം കിട്ടിയിട്ടുണ്ട്, സ്ട്രൈപ്സ്. അത് കഴിച്ചാൽ മതി. നോമ്പാത്രേ. ഇത് ഇവിടെ വെച്ചോ. ഒന്നും പറയാനില്ല. എന്റെ കാർഡ് ആട്ടപ്പാടല്ല മൂഞ്ചി ഗൈസ്. എന്താ സംഭവം വെച്ചാല് പൊന്നൂസിന്റെ കാർഡ് ICICIയുടെ കാർഡായിരുന്നു. ഞാൻ കഴിഞ്ഞ മാസം ഞാൻ മുംബൈക്ക് പോയപ്പോ ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഓർമ്മയിൽ ഞാൻ വിചാരിച്ചത് ഇന്റർനാഷണലി പറ്റുന്ന വെച്ചു. പക്ഷെ അത് ഇന്റർനാഷണലി പറ്റില്ല. അത് പറ്റില്ല. എന്റെ കയ്യിൽ ഇരിക്കണ HDFCയുടെ കാർഡ് പറ്റില്ല, പക്ഷെ ആക്സിസ് ബാങ്കിന് കാർഡ് പറ്റും. അപ്പൊ ഒരാൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ, 2 പേർക്ക് കയറാൻ പറ്റില്ല. അല്ല, ഞാൻ വേണമെങ്കിൽ കയറിട്ട് വരാം. ഞാൻ വേണമെങ്കിൽ കയറിട്ട് വരാം. നീ ഇവിടെ പറഞ്ഞോ, നീ ഒറ്റയ്ക്കല്ലോ, നീ കമ്പനിയില്ലേ? അത് ശരിയുള്ളൂ. ഞാൻ പോയിട്ട് നീ പോയിട്ട് പോകോ, നീ ഒറ്റയ്ക്ക് പോക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അപ്പൊ ഞാൻ ഈ കാർഡ് കൊണ്ട് ഞാൻ പോകണം. പൊന്നൂസ് എന്തായാലും അപ്പൻ്റെ അമ്മയുടെ അടുത്ത് ഉണ്ണിനെ നോക്കിയിരുന്നോ. ഞാൻ പോയിട്ട് വരാട്ടാ. ഞാൻ വരാം, ഞാൻ പെട്ടെന്ന് വരാം. അരമണിക്കൂറിൽ വരാം. എനിക്ക് വാട്ടർ മറ്റേ ഫിൽറ്റർ വാട്ടർ പോട്ടെ, എന്താ കുപ്പി വാട്ടർ ബോട്ടിൽ നോക്കട്ടെ, അതെവിടെ കിട്ടാം. എന്തെങ്കിലും പരിഹരിക്കാം. ഞാൻ മറ്റേ ഇതിന്ന് വന്നു. എന്നിട്ടാ ഞാൻ ലോഞ്ചിൽ നിന്ന് വന്നപ്പോഴത്തേന് എങ്ങനെ ഉണ്ടായി ഫുഡും കാര്യങ്ങളൊക്കെ? നല്ലതാ, കുഴപ്പമില്ല. അത്യാവശ്യം വലിയ കഴിച്ച നീ എല്ലാവരും ബർഗർ കഴിച്ചേ? അപ്പൊ അമ്മക്ക് നോമ്പായിരുന്നല്ലോ. അമ്മ വെജ് മറ്റേ നഗറ്റ്സ് അല്ലേ? അപ്പൊ വെള്ളം വാങ്ങി, കോക്ക് വാങ്ങിണ്ടായി. എന്തിനാ നീ പാല് കൊടുത്തല്ലോ? ഹലോ, ഹേ ബേബി. നമ്മൾക്ക്
നിങ്ങൾക്ക് 3 പേർക്കും, പൊന്നൂസിന്, അപ്പന്, അമ്മയ്ക്ക്, ഹസിക്കൂട്ടിന് 4 പേരല്ല 3 പേർക്കും ഒറ്റ റോല കിട്ടിയേക്കണേ. ഞങ്ങൾക്ക്, എനിക്കും അമ്മയ്ക്കും അപ്പുറത്തെ സൈഡിൽ ഒന്നുകിൽ സെയിം റോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ എന്തോ പറഞ്ഞവര് ഒരുമിച്ച് തന്നിട്ടുണ്ട്. അതായിരുന്നു സുഖമായി. അപ്പൊ അതാണ് ഗൈസ്. ഇനിയിപ്പോ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. ഇത്തിരി നേരം കഴിയുമ്പോൾ ഗേറ്റ് ഓപ്പൺ ആവും. ഗേറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ബോർഡിംഗ് പാസ് മേടിച്ച് നേരെ ഫ്ലൈറ്റിലേക്ക് കയറാം. നമ്മൾ പോകുന്നത് ഗൈസ് ദുബായിലേക്കാണ്. നമ്മൾ അന്നയുടെ അടുത്തേക്കാണ് പോണത്. അന്നേനെ കാണാൻ വേണ്ടിട്ടാണ് പോണത്. അതെ, അവൾക്ക് ജോലി മറ്റേ പ്രൊഫഷൻ പീരീഡാ. പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തേക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റണില്ല. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ ഉള്ളിനെ കാണാൻ വേണ്ടി ലീവ് എടുക്കാൻ തന്നെ സാറിന് ഇഷ്ടല്ല. പക്ഷെ ഇന്നോട്ട് ലീവ് അവള് എയർപോർട്ടിലേക്ക് വരാന്ന് ആദ്യം പറഞ്ഞായിരുന്നു. എയർപോർട്ടിലേക്ക് വരണില്ല, വൈകുന്നേരം വരുള്ളൂ. ഫ്ലാറ്റിൽ നമ്മുടെ ഹോട്ടലിലേക്ക് വരാം. അപ്പൊ ആള് വിട്ടില്ല. അപ്പൊ അത് കാരണം കൊണ്ട് പിന്നെ നമ്മുടെ മറ്റേ ട്രിപ്പിന്റെ കാര്യങ്ങൾ ഫുൾ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്ത് തന്നേക്കുന്നത് മറ്റേ ജിതിൻ ചേട്ടൻ ദുബായിൽ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും ഫുൾ സപ്പോർട്ടാണ്. എപ്പോൾ വിളിച്ച് കഴിഞ്ഞാൽ എപ്പോൾ മെസ്സേജ് സ്പോട്ടിൽ റിപ്ലൈ ആണ്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഗേറ്റ് ഓപ്പൺ ആവും, നമ്മൾ പോകും. ഫ്ലൈറ്റിൽ ഹസിക്കൂട്ടിന്റെ ആദ്യത്തെ ഫ്ലൈ ആണ്. എന്തായിരിക്കും അറിഞ്ഞൂടാ സംഭവം. ഞാൻ ഫ്ലൈറ്റിലൊക്കെ കയറുന്ന ടൈമിൽ കുറെ കുട്ടികളൊക്കെ അവിടെ നിന്ന് കരയണതും അവർക്ക് നമുക്ക് എയർ ഹോസ്റ്റലിന് അടുത്ത് എന്തൊക്കെ സ്പെഷ്യലായിട്ട് എന്തൊക്കെ സാധനങ്ങൾ അവിടെ കിട്ടുന്നു തോന്നുന്നു. എനിക്കറിയില്ല എന്തൊക്കെ സാധനം കിട്ടാറുണ്ട്. അതിനാണ് ഞാൻ ചെക്കിൻ ടൈമിൽ ബാസിനെട്ട് ചോദിച്ചത്. അത് ഇവർക്കും അറിയില്ല, പൊന്നൂസിന് അറിയില്ല, അവർക്കും അറിയില്ല. അവർക്ക് കാര്യങ്ങൾ ഫ്ലൈറ്റിൽ കയറിക്കുമ്പോൾ എന്തായിരിക്കും ഹസിക്കൂട്ടിന്റെ അവസ്ഥ നമുക്ക് അറിയില്ല. പിള്ളേരോട് ചോദിക്കാൻ അവര് മലയാളീസൊന്നും ആയിരിക്കില്ല. അപ്പൊ അത്രയ്ക്കാണ് ഗൈസ് പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങള്. നിനക്ക് പേടിയുണ്ടാ ഉണ്ണിനെയും കൊണ്ടിട്ട് ഫ്ലൈറ്റിൽ കയറാൻ? ഇപ്പൊ അമ്മയും അപ്പനുള്ള എന്റെ പേര് എടുക്കാം. അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ പ്രശ്നം. കാരണം ആകെ കോംപ്ലിക്കേഷൻ പറഞ്ഞ പോലെ ഉണ്ണിനെയും കൊണ്ട് ട്രാവൽ ചെയ്യാനായിട്ട്. കുഞ്ഞിന്റെ പ്രായമായിരുന്നു നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ഫുൾ ടൈം ഇപ്പൊ കുറച്ചും കൂടി വലുതായി. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമ്മള് ഈ കമ്മിങ് സമയത്ത് എന്തിനടി ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ ദുബായ് എത്തി കഴിഞ്ഞിട്ട് നമ്മൾ പറയാം എങ്ങനെ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങൾ. അപ്പൊ വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. ഇനിയിപ്പോ നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആക്കാറായി. നമ്മളിവിടെ നേരെ ഫ്ലൈ ചെയ്യണം ഓഫ് ടു ദുബായ് ഗൈസ്. ഓക്കെ, ദുബായിലുള്ളവരെ നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ കാണാം. ഓക്കെ, ഒന്നും വേണ്ട ബൈ. നമ്മളെ ഏറ്റവും ലാസ്റ്റാ പോണത് ഗൈസ്. അപ്പൊ ഇനി ദുബായിൽ എത്തിയിട്ട് കാണാം അല്ലേ? ചത്തിരിങ്ങത്താന്നോ എങ്ങോട്ടോ പോണേ? പേടിയുണ്ടോ? അമ്മക്ക് പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. ബെൽറ്റ് ഇട്ടില്ലേ? ഉണ്ണി കറിയരുതെന്നുള്ള ഒറ്റ മാത്രം. ബെൽറ്റ് ഇട്ടിട്ടില്ലേ? ഹസിക്കുട്ടാ ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്താ ഇട്ട് നോക്കി. ഇതിന്റെ പല കഷ്ടപ്പെടുന്നുണ്ട്. കാണുന്നില്ല. നല്ല ജിഞ്ചറിന്റെ ഫ്ലേവർ ഉണ്ടല്ലോ. അപ്പനെ കിട്ടിയില്ല, എന്താ കിട്ടിയില്ല അവിടെ? ഹസിക്കുട്ടിന് മാത്രം തന്നില്ല അല്ലേ? ചൂടുണ്ടാവും. നല്ല ചായ, സൂപ്പർ ചായ, നല്ല ചായ. നമ്മളെത്തി ദുബായ് എത്തി ഗൈസ്. നമ്മള് ദുബായ് എത്തി ഗൈസ്. ഇറങ്ങി ദുബായ് എത്തിപ്പോ മുടി അയച്ചിട്ടല്ലേ ഇട്ടാർന്ന്? അല്ലല്ലോ, ഇവിടെ മുകളിലൊരു സാധനം പോയിട്ടുണ്ടായിരുന്നു. സാധനം ഇപ്പൊ കാണാല്ലോ, അതുകൊണ്ട് വെച്ചിട്ടാ. അതെ, എവിടെ വെച്ചാ അത്രയ്ക്കുള്ളൂ പരിപാടികള്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ റൂമിലേക്ക് പോകും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഫോൺ ഒന്നാമത്തെ ചാർജ് ഇല്ല. ഫോൺ ഇപ്പോൾ ചാവാറായി. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഗൈസ്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ. ഗുഡ് നൈറ്റ് ബൊണ്ണോയി. അപ്പോൾ അങ്ങനെ നമ്മൾ ദുബായിൽ എത്തി ഗൈസ്. ഫോണിൽ ചാർജ് ഇല്ലാത്ത കാരണം ബാക്കിയത്തെ കാര്യങ്ങളൊക്കെ പിന്നീട്. അന്നൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പുറത്ത് വെയിറ്റ് ചെയ്യുന്നില്ല, പക്ഷെ റൂമിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. റൂമിലേക്ക് വരാമെന്ന് പറയണേ. അപ്പോൾ കാണാം ഗൈസ്. കം ടു ദുബായ്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. റബ്ബർദുള്ള അങ്ങനെ വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം. റബ്ബർദുള്ള റബ്ബർദീന എങ്ങനെ എന്തൊക്കെ